നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങളായിരുന്നു ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച ടീം. നോക്കുക, ഞങ്ങളെ അവർ തോൽപ്പിക്കുമ്പോൾ കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾ കീപ്പറാണ്. അവരുടെ ഏറ്റവും മികച്ച താരം ഗോൾ കീപ്പറായിരുന്നു. ആർട്ടറ്റയുടെ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ആഴ്സണലിൻ്റെ പ്രകടനത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അതിലെടുത്ത് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കളി PSG വിജയിച്ചത് ജിയാൻലുക്കി ഡൊണാരുമയാണ്. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. വാട്ട് എ പ്ലെയർ, വാട്ട് എ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് അങ്ങനെ തന്നെ പറയണം. നോക്കുക, 8 സേവുകളാണ്, ഒറ്റ ഗോളാണ് ഈ 2 പാദങ്ങളിലായിട്ട് അദ്ദേഹം കൺസീഡ് ചെയ്തത്. 8 സേവുകൾ നടത്തി 180 മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ട് 180 മിനിറ്റാണ് ആഴ്സണൽ ഗോളടിക്കാൻ വേണ്ടി നിരന്തരം ശ്രമങ്ങൾ നടത്തിയത്. അതിലൊറ്റ ഗോളേ അടിച്ചുള്ളൂ. ആരാ ഈ ആഴ്സണൽ? റയലിൻ്റെ വലയിലേക്ക് 5 ഗോളുകൾ അടിച്ചു കയറ്റിയ ടീമാണെന്ന കാര്യം മറക്കേണ്ടതില്ല. അവിടെയാണ് ഡൊണാരുമയുടെ പ്രസക്തി. ഡൊണാരുമയാണ് ആഴ്സണലിനെ ഷട്ട് ഡൗൺ ചെയ്തത്, തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഈ 2 ലെഗുകളിലുമായിട്ട് 8 സേവുകൾ, അതിൽ 7 എണ്ണവും ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു. 2.36 ഗോൾസ് പെർ മാച്ച് അദ്ദേഹം പ്രിവെൻറ്റ് ചെയ്തു. 3 പഞ്ചുകൾ, 2 ഹൈ ക്ലെയിംസ്. PSG സ്റ്റാർമാൻ അദ്ദേഹം തന്നെയാണ്. 2025 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ജിയാൻലുക്കി ഡൊണാരുമയുടെ പ്രകടനം 2024-25 അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ലീഗിലെ കണക്കുകളാണ്. ഇപ്പോൾ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നോക്കൗട്ട് സ്റ്റേജിലെ കണക്കുകൾ നോക്കിയാൽ 8 ഗെയിമുകൾ 6 ഗോളുകളെ കൺസീഡ് ചെയ്തുള്ളൂ. 20 സേവുകൾ നടത്തി, അതിൽ 15 എണ്ണവും ഫ്രം ഇൻസൈഡ് ദി ബോക്സ് ആയിരുന്നു. 77% ബോൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. 2.85 ഗോൾസ് അദ്ദേഹം പെർ ഗെയിം അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 2 പെനാൽറ്റികൾ അദ്ദേഹം തടഞ്ഞിട്ടുണ്ട്. 4 ഗെയിംസ് വിതൗട്ട് കൺസീഡിങ് എ ഗോൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 8 കളികളിൽ 4 എന്ന് പറയുമ്പോൾ 50% ക്ലീൻ ഷീറ്റുകളാണ്. സോ ഡിസിസീവ് പെർഫോമൻസ് അദ്ദേഹം തന്നെയാണ് PSG ഫൈനലിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.